സമ്പന്നരാവുക എന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രയൊക്കെ സമ്പാദിച്ചാലും സേവിങ്സ് പോലും ഇല്ലാത്തവരാണ് ഭൂരിഭാഗം പേരും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടും നിങ്ങൾ സമ്പന്നരാകാതിരിക്കാൻ കാരണമാകുന്ന നിരവധി ഘടകങ്ങളുണ്ടാകാം. പണം ചെലവഴിക്കുന്നതിലും മറ്റും നമുക്ക് സംഭവിക്കുന്ന പിഴവുകൾ ഇവിടെ പ്രധാനമാണ്. ഇത്തരത്തിൽ പലർക്കും സംഭവിക്കാവുന്ന 10 തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അനാവശ്യ ചെലവുകൾ. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പുറത്തേക്ക് ഇറങ്ങിയാൽ അനാവശ്യമായി ചെറിയ ചെറിയ തുകകൾ നാം ചെലവഴിക്കാറുണ്ട്. ആ ചെലവഴിക്കുന്ന സമയത്ത് ഇതൊരു ചെറിയ തുകയായിരിക്കാം. എന്നാൽ ഒരുമിച്ച് കണക്ക് കൂട്ടിയാലാണ് ഇത്തരം ചെലവുകളിലൂടെ നാം എത്രമാത്രം വലിയ തുകയാണ് ചെലവഴിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുക. ഇത്തരം ചെറിയ തുക നിക്ഷേപമായോ സേവിങ്സ് ആയോ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊരു വലിയ തുകയായി വർദ്ധിച്ചേനെ. നിങ്ങളുടെ സന്തോഷത്തിനായി ചെലവഴിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം എന്നല്ല പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകുന്നത് നല്ലതാണ്. 2. ഒരിക്കലും അവസാനിക്കാത്ത പേയ്മെന്റുകൾ. മാസം തോറും നിശ്ചിത തുക അടച്ചുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രിപ്ഷനുകളാണ് രണ്ടാമത്തെ പിഴവ്. നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്പുകൾക്കോ സേവനങ്ങൾക്കോ പോലും ഇപ്പോഴും പണം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് മുതലാക്കാൻ കഴിയാത്തതോ ആയ സബ്സ്ക്രിപ്ഷനുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. 3. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ആഡംബര ജീവിതം. നമുക്കിനി ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് സംസാരിക്കാം. കയ്യിൽ പണമില്ലെങ്കിലും ആഡംബര ജീവിതം നയിക്കുന്നതിന് അല്ലെങ്കിൽ ആവശ്യമുള്ളതും അല്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ക്രെഡിറ്റ് കാർഡ് ഒരു നല്ല ഓപ്ഷൻ ആണല്ലേ. സ്വൈപ്പ് ചെയ്യുമ്പോൾ പണം പോകുന്നത് പോലും നാം അറിയില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പണമാണ് അവിടെ ചെലവഴിക്കുന്നത്. അതായത് ബില്ല് വരുമ്പോൾ മാത്രമാണ് ആ പണത്തെക്കുറിച്ച് നാം ആലോചിക്കുന്നത്. സ്വന്തം സമ്പാദ്യം അനുസരിച്ച് മാത്രം ചെലവഴിച്ച് കൃത്യമായി ബിൽ അടച്ചു പോകുന്നവരെ സംബന്ധിച്ച് ക്രെഡിറ്റ് കാർഡുകൾ ഒരു മികച്ച പ്രൊഡക്റ്റ് തന്നെയാണ്. അങ്ങനെ അല്ലാത്തവർക്ക് അത് കടക്കെണിയിലേക്കുള്ള വാതിലാണ്. ക്രെഡിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാനുള്ള ഉപകരണം മാത്രമായിരിക്കണം. ഒരിക്കലും അത് നിങ്ങളെ കടക്കെണിയിലേക്ക് എത്തിക്കരുത്. 4. ഒരിക്കലും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനാകാത്ത വിലയിൽ പുതിയ വാഹനങ്ങൾ വാങ്ങരുത്. ഒരു പുതിയ കാർ എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ അത് നിങ്ങളുടെ സമ്പാദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് താങ്ങാവുന്ന വിലയിലുള്ള വാഹനമായിരിക്കുന്നതാണ് നല്ലത്. വാഹനം മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആസ്തിയാണ്. ഫിനാൻസ് ചെയ്ത് വാഹനം വാങ്ങുമ്പോൾ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് വേണ്ടി നിങ്ങൾ പലിശ അടക്കുകയാണ്. ഇത് ഇരട്ട നഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്ങാവുന്ന വിലയിൽ മാത്രം വാഹനം വാങ്ങുക. 5. വീടുണ്ടാക്കാൻ വേണ്ടി അമിതമായി പണം ചെലവഴിക്കുന്നത്. മനോഹരമായ ഒരു വീട് എന്ന ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാകില്ല. എന്നാൽ കാറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് താങ്ങാനാകാത്ത അത്രയും പണം ചെലവഴിച്ചോ ലോൺ എടുത്തോ വീട് നിർമ്മിച്ചാൽ അതൊരു സാമ്പത്തിക കെണിയായി മാറാനുള്ള സാധ്യതയുണ്ട്. വീടിന്റെ വലുപ്പം കൂടുന്തോറും അതുമായി ബന്ധപ്പെട്ട മറ്റു ബില്ലുകളുടെയും മെയിൻ്റനൻസിന്റെയും ചെലവുകളും കൂടും. അതുകൊണ്ട് സ്വന്തം ആവശ്യവും ശമ്പളവും അനുസരിച്ച് താങ്ങാൻ കഴിയാവുന്ന ചെലവിൽ ഒരു വീട് നിർമ്മിക്കുന്നതാണ് ബുദ്ധി. 6. വീടിന് മേൽ വീണ്ടും ലോൺ എടുക്കുക. വീട് നിർമ്മിച്ചു കഴിഞ്ഞ് ലോണെല്ലാം അടച്ചു കഴിഞ്ഞാൽ വീണ്ടും വീട് പണയം വെച്ചും ലോൺ എടുക്കുന്നതും റീഫിനാൻസ് ചെയ്യുന്നതുമെല്ലാം ഒരു വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത. ഒരിക്കലും ഇത്തരം തെറ്റുകൾ ചെയ്യരുത്. 7. എമർജൻസി ഫണ്ട് ഇല്ലാതിരിക്കുന്നത്. നിങ്ങൾ ഒരു മാസത്തെ ശമ്പളം മുതൽ അടുത്ത മാസം ശമ്പളം വരെ എന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നരാകില്ല. അപ്രതീക്ഷിതമായി ഒരു മെഡിക്കൽ ചെലവോ കാർ റിപ്പയറോ മറ്റു ചെലവോ വന്നാൽ നിങ്ങൾക്ക് പണം കടം വാങ്ങാതെ രക്ഷയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ഒരു നിശ്ചിത തുക സേവിങ്സ് ആയി മാറ്റിവെക്കുന്നത് നല്ല കാര്യമാണ്. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. എങ്കിലും ഇപ്പോഴേ ഇക്കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. 8. റിട്ടയർമെന്റ് നിക്ഷേപങ്ങളെ അവഗണിക്കുക. ഭൂരിഭാഗം പേരും റിട്ടയർമെന്റ് നിക്ഷേപങ്ങളെ ഗൗരവമായി എടുക്കാറില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ വിരമിക്കുന്ന സമയത്തേക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള നിക്ഷേപം നടത്തുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ചെറിയ തുകയായിരിക്കാം മാസം തോറും നിക്ഷേപിക്കുന്നത്. എന്നാൽ കാലങ്ങൾ കടന്നു പോകും തോറും ഈ നിക്ഷേപം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുന്നതാണ് നല്ലത്. 9. കടം വീട്ടാൻ റിട്ടയർമെന്റ് ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്. റിട്ടയർമെന്റിനായി നിക്ഷേപിക്കുന്നതോ സേവ് ചെയ്യുന്നതോ ആയ തുക കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമല്ല. 10. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലാതിരിക്കൽ. പണം സമ്പാദിക്കുന്നതോടൊപ്പം ചെലവഴിക്കുന്നതിനായി ഒരു കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല. വ്യക്തമായ ലക്ഷ്യങ്ങളോ ട്രാക്കിങ്ങോ ഇല്ലെങ്കിൽ നിങ്ങൾ പണം വെറുതെ ചെലവഴിച്ചു കൊണ്ടിരിക്കും. ഇതൊരു ശരിയായ രീതിയല്ല. കൃത്യമായ ബജറ്റ് തയ്യാറാക്കുക, ചെലവഴിക്കുന്ന പണം ട്രാക്ക് ചെയ്യുക, സ്ഥിരമായി നിക്ഷേപം നടത്തുക. നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ മാസത്തിലും നിങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുക. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക അച്ചടക്കം നേടാനാകും. ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന സാധാരണ മിസ്റ്റേക്കുകളാണ് ഇവിടെ പറയാൻ ശ്രമിച്ചത്.
ഇക്കാര്യത്തിൽ നിങ്ങൾക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.